ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ K2 സൊല്യൂഷൻസ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ മാക്സിമം പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോസിനകത്ത് പറയുന്നത് ഇക്വേഷൻസും കാര്യങ്ങളും പ്രോബ്ലംസ്, അതായത് എർത്ത് പ്രഷറിൻ്റെ എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാമെന്നുള്ള സ്റ്റെപ്സും കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പം ആ വീഡിയോ മാക്സിമം പോയി കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരാൻ നോക്കുക. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിനിങ് വാൾ 6 മീറ്റർ ഹൈറ്റിലാണെന്ന് അതായത് മൊത്തത്തിലുള്ള ഹൈറ്റ് 6 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട് ടോപ്പ് സർഫസിൽ നിന്നും 2.5 മീറ്റർ കഴിഞ്ഞാണ് വാട്ടർ ലോബ്ഡ് കണ്ടീഷൻ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ടോപ്പ് സർഫസ് എന്ന് പറയുമ്പം എ പോയിന്റിൽ നിന്ന് 2.5 കഴിഞ്ഞാണ് ബി പോയിന്റ് ഇരിക്കുന്നത്, അവിടെയാണ് വാട്ടർ കണ്ടീഷൻ ഇരിക്കുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് എർത്ത് എന്ന് പറയുന്നത് എന്താ, കോഷൻലെസ് ആണ്. അപ്പം അവിടെ എന്താ, വാട്ടർ കണ്ടീഷനാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, ഇന്റേണൽ ഫ്രിക്ഷൻ ഉണ്ട്, പോറോസിറ്റി. അപ്പം ഇതെല്ലാം ഇരിക്കുന്നത് ഏത് കണ്ടീഷനിലാണ്, സബ്മെർജ്ഡ് കണ്ടീഷനിലാണെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എർത്ത് ത്രസ്റ്റ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് വാൾ. ഈ എർത്ത് ത്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് എർത്ത് പ്രഷർ, ത്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് പ്രഷർ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് വാൾ. നമ്മൾ ബാക്കി നേരത്തെ പ്രീവിയസ് ആയിട്ട് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പോലെ നമ്മൾ എത്തിക്കണം. അതിന് നമ്മൾ കുറേ ഹിൻറ്റും കാര്യങ്ങളും ഒക്കെ അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ പോറോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇത് ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സബ്മെർജ്ഡ് കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പോറോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചൂടെ. വോയിഡ് റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വോയിഡ് റേഷ്യോയും സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഗാമാഡി കണ്ടുപിടിച്ചൂടെ. ഗാമാഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഗാമ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ, ഗാമ സാറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എൻ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1-n എന്നുള്ള ഇക്വേഷന് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ എൻ വാല്യൂ നമുക്കുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, വോയിഡ് റേഷ്യോ കിട്ടി. ഇനി നമുക്ക് ഗാമാഡി കണ്ടുപിടിക്കാനുള്ള മെയിൻ ഇക്വേഷന്, ഇതെല്ലാം നമ്മുടെ മറ്റേ GT1 പഠിക്കുന്ന ഇക്വേഷൻസും കാര്യങ്ങളുമാണ്. അത് റിവൈസ് ചെയ്യുക, അതേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾ അത് പോയി റിവൈസ് ചെയ്തിട്ട് ഇതൊക്കെ എങ്ങനെ വന്നെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഗാമാഡി കണ്ടുപിടിക്കണമെങ്കിൽ G⁻W/1+E. G വാല്യൂ നമുക്കുണ്ട്, ഗാമ W എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ ആണ്, 10 തന്നെയാണ്. ഈ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഗാമ-D വാല്യൂ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഗാമ സാറ്റ് ിക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഗാമ ഡാഷ് കണ്ടുപിടിക്കാം. ഗാമ സാറ്റിൻ്റെ ഇക്വേഷൻ ഇതാ, G ഉണ്ട്, E ഉണ്ട്, ഗാമ-W ഉണ്ട്, E ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ ഗാമ സാറ്റ് കണ്ടുപിടിച്ച്. ഇത് മെയിനായിട്ടും ഈ ഗാമ-D കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കണ്ടീഷനിൽ, അതായത് ഈ വാട്ടർ ലോബിന് മുകളിലുള്ള കണ്ടീഷനിൽ ഗാമ-W, അതായത് ബി കണ്ടീഷനിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല, ഡ്രൈ കണ്ടീഷനിൽ ഗാമ വാല്യൂ തന്നിട്ടില്ല. അതിനാണ് നമ്മൾ ഗാമ-D വാല്യൂ കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറ്റും, ഗാമ-D വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ മറ്റേ ഇക്വേഷനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും, KA×γ×H എന്നുള്ള ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും, അവിടെ ഡ്രൈ കണ്ടീഷൻ ആയതുകൊണ്ട്. അപ്പം പിന്നെ ഇനി നമുക്ക് 5 വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് റാങ്കിൻസ് എർത്ത് പ്രഷർ എന്നോ റെസ്റ്റ് കണ്ടീഷനിലാണെന്നോ ആക്റ്റീവ് കണ്ടീഷനിലാണെന്നോ പാസീവ് കണ്ടീഷനിലാണെന്നോ ക്വസ്റ്റ്യന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആക്റ്റീവ് കണ്ടീഷനിൽ വെച്ചിട്ട് ആൻസർ ചെയ്യണം. അപ്പം ക്വസ്റ്റ്യനിൽ ആക്റ്റീവ് എന്നോ പാസീവ് എന്നോ റെസ്റ്റ് കണ്ടീഷനോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് കണ്ടീഷനാക്കി എടുക്കണം. അപ്പം ഇവിടെ നമ്മൾ KA വാല്യൂ കണ്ടുപിടിച്ചു, KA വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്കാണെങ്കിൽ പോയിന്റ് എയിൽ എന്താ, ഇവിടെ ലോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് അവിടെ പോയിന്റ് എയിൽ 0 തന്നെ ആയിരിക്കും. ഇനി പോയിന്റ് ബിയുടെ കണ്ടീഷൻ എടുത്തൂടെ. പോയിന്റ് ബി കണ്ടുപിടിക്കണമെങ്കിൽ KA×γ×H1 കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഗാമ കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിച്ചു, KA വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം അതിലോട്ട് ഇട്ട് കൊടുത്തൂടെ. അപ്പം നമുക്ക് സിഗ്മ-Bയുടെ വാല്യൂ ഉണ്ടല്ലോ. നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഇക്വേഷനും എങ്ങനെ വന്നെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ മുകളിലോട്ട് പോയിട്ട് നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇനി മറ്റേ പോയിന്റ് സിയിൽ നമുക്ക് മെയിൻ കണ്ടീഷൻ ഏതാ, ഗാമ ഡാഷ് കണ്ടീഷനാണ്. നമുക്കിവിടെ കിട്ടിയേക്കുന്ന എന്ത് കണ്ടീഷനാ, ഗാമ സാറ്റ് കണ്ടീഷനാണ്. ഗാമ സാറ്റിൽ നിന്ന് നമുക്ക് ഗാമ ഡാഷ് വാല്യൂ കണ്ടുപിടിച്ചൂടെ, ഗാമ-W എപ്പോഴും കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഗാമ ഡാഷിൻ്റെ വാല്യൂയും കിട്ടും. എന്നിട്ട് പോയിന്റ് സിയുടെ കണ്ടീഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ
നമ്മൾ ഈ പ്രഷർ ഇവിടെ എത്തണമെങ്കിൽ ഈ ഒരു പ്രഷർ കഴിഞ്ഞല്ലേ ഈ ഒരു പ്രഷർ ഇവിടെ എത്തത്തുള്ളൂ. പിന്നെ അവിടെ എന്തുണ്ട്, ഒരു പോർ വാട്ടർ പ്രഷറും കൂടെ അവിടെ ഉണ്ട്, സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആയതുകൊണ്ട്. അപ്പം ഈ ഒരു പ്രഷറിൽ ഇവിടുന്ന് ഇവിടം വരെ എത്തണം KA ഇൻറ്റു ഗാമ ഇൻറ്റു H1 പ്ലസ് ഇവിടെ എന്ത് കണ്ടീഷനാണ്, സബ് എമർജ്ഡ് കണ്ടീഷനാണ്, ഗാമ ഡാഷ് വാല്യൂ നമ്മൾ എടുക്കുന്നത്. അപ്പം എങ്ങനെ എഴുതാം, KA ഇൻറ്റു ഗാമ ഡാഷ് ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് ഏതാ, H2. അപ്പം ഈ മൊത്തത്തിലുള്ള ഹൈറ്റിൽ നിന്നും ഈ 2.5 മൈനസ് ചെയ്താലേ നമുക്ക് ഇവിടുത്തെ എന്താണെന്നുള്ളത് കിട്ടത്തുള്ളൂ. കിട്ടത്തുള്ളൂ. അപ്പം ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പിന്നെ എന്തുണ്ട്, ഒരു H2 വാല്യൂ. H2 വാല്യൂ നമ്മൾ ഇനി നമുക്കുള്ളത് എന്താ, ഗാമ W ഇൻറ്റു H2 ആണെന്നുള്ള കണ്ടീഷനാണ്. കൗശല സോയിൽ ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് വേണ്ട, -2√KA എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. അവിടെ സോയിലിൻ്റെ കണ്ടീഷൻ പറയുന്നില്ലല്ലോ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, പോയിന്റ് C കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് പിന്നെ അവർ ക്വസ്റ്റ്യനിൽ എടുത്തു പറയുന്നുണ്ട് എന്താ, പ്രഷർ ഡയഗ്രാം വരയ്ക്കണമെന്ന്. അപ്പോൾ പ്രഷർ ഡയഗ്രാം വരച്ചൂടെ, പോയിന്റ് A എന്ന് പറയുന്നത് എന്താ, 0യാ. ഈ കണ്ടീഷനിൽ പോയിന്റ് Bയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അത് തമ്മിൽ ജോയിൻ ചെയ്യാമല്ലോ. പോയിന്റ് Cയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ. അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിളും പിന്നെന്തോ ഒരു രണ്ട് ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും എന്നുള്ള കണ്ടീഷൻ വരും. ഇങ്ങനെ വരും. ഇനി നമുക്ക് ടോട്ടൽ പ്രഷർ ഈ P1ഉം P2ഉം P3യും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ പ്രഷർ കിട്ടത്തില്ലേ. ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇതൊരു ട്രയാങ്കിൾ. അപ്പം ഹാഫ് BH, ഹാഫ് ഇൻറ്റു B എത്രയാ 10.80 ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് എത്രയാ 2.5. ഇനി P2 എന്ന് പറയുന്നത് എന്താ, ഒരു ട്രയാങ്കിളാണ്. അപ്പം അത് BH വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ. P3 എന്ന് പറയുന്നത് എന്താ, ഒരു ട്രയാങ്കിളാണ്. അപ്പം നമുക്കറിയാം ഇത് മൊത്തത്തിൽ C ഈ C1 എന്ന് പറയുന്നത് 10.80ഉം C2 എന്ന് പറയുന്നത് 55.30. നമുക്ക് വേണ്ടത് C1 മുതൽ C2 വരെയുള്ള നീളം വേണ്ടേ. അപ്പം നമുക്കറിയാം ഈ മൊത്തത്തിലുള്ള നീളത്തിൽ നിന്നും ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം കണ്ടുപിടിക്കാൻ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ വാല്യൂ കിട്ടും. എന്നിട്ട് നമുക്കൊരു H വാല്യൂ ഉണ്ട്. ഇവിടുത്തെ H വാല്യൂ എത്രയാ, 3.5 അല്ലേ. അതാണ് അതങ്ങനെ വന്നത്. മനസ്സിലായോ. ഇനി Z ബാർ കണ്ടുപിടിക്കാൻ നമ്മൾ പഴയതുപോലെ ഉള്ളൂ. ക്വസ്റ്റ്യനകത്ത് Z ബാർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, P1 Z1 ബാർ പ്ലസ് P2 Z ബാർ 2 പ്ലസ് P3 Z ബാർ 3 ബൈ P. ഇനി ഇവിടെ Z1 ബാർ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് പ്ലസ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാ, 3.5. ഇവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എത്രയാ, ട്രയാങ്കിൾ ആകുമ്പോൾ 2.5/3 എന്നുള്ള റീസൺ നമ്മൾ എടുക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ താഴെയുള്ള ആ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാ, 3.5/2 ചെയ്യും. Z ബാർ എന്ന് പറയുന്നത് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ 3.5/3 ചെയ്തു. ആ Z ബാറിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്ത് നമുക്ക് ലൊക്കേഷനും കിട്ടുമല്ലോ, എവിടെ ലൈൻ ഓഫ് ആക്ഷൻ സംഭവിക്കുന്നതെന്നുള്ള. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി താഴേക്ക്. ഇനി ഈ പ്രോബ്ലം അടുത്ത വേറൊരു തരത്തിലുള്ള പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിന് നമ്മൾ ടെൻസൈൽ ക്രാക്കിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അതൊന്ന് പോയി കണ്ടിട്ട് ടെൻസൈൽ ക്രാക്കിൻ്റെ പ്രോബ്ലം എങ്ങനെ ആ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പറയാൻ നോക്കണം. പിന്നെ ഇതിനകത്ത് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇക്വേഷൻസ് മാത്രം റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് വീഡിയോ മെയിനായിട്ടും പോയി കാണുക. ഇനി ഈ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾക്ക് ഒരു കണ്ടീഷനെ അവർ പറയുന്നുള്ളൂ. എന്ത് കണ്ടീഷനാണ്, റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. സി കണ്ടീഷനുണ്ട്. അതിനകത്ത് വാട്ടർ ലോബെന്നോ മറ്റേ സ്പെസിഫിക് ഗ്രാവിറ്റിയോ അങ്ങനത്തെ ഒരു കണ്ടീഷനും തരാത്തത് കൊണ്ട്, വാട്ടർ ലോബിൻ്റെ കണ്ടീഷനൊന്നും അവർ പറയാത്തത് കൊണ്ട് നമ്മളുടെ ടോപ്പ് ലെയർ തന്നെ ആയിരിക്കും ഈ കണ്ടീഷനിലെന്ന് പറയുന്നത്. ഇതിനകത്ത് ബിലോ ദ ലെയർ ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ടെൻസൈൽ ക്രാക്കിൻ്റെ മുമ്പുള്ളതും ടെൻസൈൽ ക്രാക്ക് അവിടെ സംഭവിച്ചതിന് ശേഷമുള്ളതും നമുക്ക് കണ്ടുപിടിക്കേണ്ട. ടെൻസൈൽ ക്രാക്കിൻ്റെ മുമ്പുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പം നമുക്ക് എന്താ, പഴയതുപോലെ നമ്മൾ എർത്ത് പ്രഷറിൻ്റെ പ്രോബ്ലംസ് ചെയ്യത്തില്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ആദ്യം നമ്മൾ KA വാല്യൂ കണ്ടുപിടിക്കണം. പോയിന്റ് എയിൽ അവിടെ 0 തന്നെയാണ്, ടെൻസൈൽ ക്രാക്ക് സംഭവിക്കുന്നില്ലല്ലോ. പിന്നെ
രണ്ടാമത്തെ കണ്ടീഷനും പോയിന്റ് ബിയിലും നമ്മൾ പഴയതുപോലെ തന്നെ KA × ഗാമ × H1 വെച്ചിട്ട് കണ്ടുപിടിക്കണം. അതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രഷർ ഡയഗ്രാം വരയ്ക്കണം. പ്രഷർ ഡയഗ്രാം വരച്ചിട്ട് Z ബാർ കണ്ടുപിടിക്കണം, പ്രഷർ കണ്ടുപിടിക്കണം, Z ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ എല്ലാം കിട്ടി, അതവിടെ നിന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് രണ്ടാമത്തെ ഒരു കേസ് പറയുന്നുണ്ട്, ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ടെൻസൈൽ ക്രാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മുടെ ടെൻസൈൽ ക്രാക്കിൻ്റെ രീതിയിലേക്ക് നമ്മൾ ചെയ്യണം. ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ്, അപ്പം നമുക്ക് എന്ത് വരും? അവിടെ ടെൻസൈൽ ക്രാക്ക് വരുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്? കോഷൻ സോയിൽ ആയതുകൊണ്ടല്ലേ അവിടെ ക്രാക്ക് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ആക്റ്റീവ് കേസിൽ ഇതെടുക്കണം, KA × ഗാമ × H - 2C × √KA എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം, ക്രാക്ക് സംഭവിച്ചെന്ന് പറയുന്നത് കൊണ്ട്. പിന്നെ അത് കണ്ടുപിടിച്ചല്ല, സിഗ്മ A സിഗ്മ B അതുപോലെ കണ്ടുപിടിക്കണം. സിഗ്മ B നമ്മൾ കണ്ടുപിടിച്ചു. ഇക്വേഷൻസ് മാറുമെന്നേ ഉള്ളൂ, മറ്റേടുത്ത് ടോപ്പ് കണ്ടീഷനിൽ ഒന്നും സംഭവിക്കുന്നില്ല. ക്രാക്ക് സംഭവിക്കണമെങ്കിൽ പ്രഷർ മേളിൽ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നില്ലേ, അതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പോയിന്റ് ബിയും നമ്മൾ അതുപോലെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ പോയിന്റ് C എടുക്കണോ എന്നുള്ള കണ്ടീഷൻ ഇല്ല, ബിലോ ലെയർ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ C കണ്ടീഷൻ അവിടെ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വരച്ചൂടെ? ഇവിടെ എന്താ കണ്ടീഷൻ? ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നെഗറ്റീവ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് ടെൻസൈൽ ക്രാക്ക് സംഭവിക്കുന്നുണ്ട്, അതായത് -6.89 എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡയഗ്രാം എങ്ങനെ പോകും? നെഗറ്റീവ് വാല്യൂ പോകുമ്പം നമുക്ക് ഇതുവരെ പോസിറ്റീവ് വാല്യൂ അല്ലേ കിട്ടിയേക്കുന്നത്, അപ്പം അതുകൊണ്ട് അതെല്ലാം ഇങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു നെഗറ്റീവ് വാല്യൂ വന്നു. നെഗറ്റീവ് വാല്യൂ വന്നപ്പം അങ്ങോട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരച്ചു. ഇനി നമുക്കാണെങ്കിൽ താഴേക്ക് വരച്ചുകൂടെ? പോസിറ്റീവിൻ്റെ ആ ക്വാഡ്രൻ്റ്. അപ്പം നമുക്ക് B കണ്ടീഷനിൽ പോസിറ്റീവ് വാല്യൂ കിട്ടിയേ. B കണ്ടീഷനിലെ പോസിറ്റീവ് വാല്യൂ കിട്ടി, നമ്മൾ അത് തമ്മിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് നമുക്ക് കറക്റ്റ് എവിടെയാണ് ടെൻസൈൽ ക്രാക്ക് സംഭവിച്ചത്, എത്ര ഇതിലാണെന്ന് നമുക്കറിയത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ZC = 2C / ഗാമ × √KA എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ZCയുടെ വാല്യൂ കണ്ടോ? അത് കണ്ടുപിടിച്ചല്ലോ. അതാണ് ഇവിടാണ്, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടെൻസൈൽ ക്രാക്ക് ഇത്ര മുകളിലാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡെപ്ത് ഓഫ് കംപ്രസീവ് ക്രാക്ക് കണ്ടുപിടിക്കണ്ടേ? അതായത് കംപ്രഷൻ സംഭവിച്ചത് എത്ര ഹൈറ്റിലാണെന്ന്, ഡെപ്തിലാണെന്ന് അത് കണ്ടുപിടിക്കണേ. നമ്മുടെ മൊത്തത്തിൽ നമുക്കൊരു ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 5 ആണെന്ന്. 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 5 ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതാണ്ട് ആ 5 മൈനസ് എന്ത് ചെയ്യണം? ZC ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? ബാക്കിയുള്ള കംപ്രഷൻ സംഭവിച്ചത് എത്ര ഹൈറ്റിലാണെന്നുള്ളത്, എത്ര ഡെപ്തിലാണെന്നുള്ളതും കിട്ടും. അപ്പം നമുക്ക് ZC കിട്ടി. ആദ്യം ZC എന്ന് പറയുന്ന ടെൻസൈൽ ക്രാക്കിൻ്റെ ഡെപ്ത് കിട്ടി. ഇനി നമുക്കിപ്പോൾ കംപ്രസീവ് ക്രാക്കിൻ്റെ ഡെപ്തും കിട്ടി. അത് മൊത്തത്തിലുള്ള ഹൈറ്റ് മൈനസ് ZC ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെപ്ത് ഓഫ് കംപ്രസീവ് ക്രാക്കും കിട്ടും. അതിൽ നിന്ന് നമുക്ക് പ്രഷർ കണ്ടുപിടിച്ചൂടെ? P1, ഇവിടെ ഒരു P1 ഉണ്ട്, ഇവിടെ ഒരു P2 ഉണ്ട്. P1 എന്ന് പറയുമ്പോൾ 1/2 × BH ആണ്. 1/2 × B എന്ന് പറയുന്നത് -6.89 ആണ്. H വാല്യൂ എന്താ? 1.22 ആണ്. അത് കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് 1/2 BH, P2 എന്താ? ഒരു ട്രയാങ്കിൾ തന്നെയാണ്. അപ്പം നമുക്ക് കംപ്രസീവ് ക്രാക്കിൻ്റെ ഡെപ്തും ഹൈറ്റും അറിയാം. അത് വെച്ചിട്ട് നമ്മൾ അതും കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടുമല്ലോ. ടോട്ടൽ പ്രഷർ കിട്ടിയല്ലോ. അപ്പം നമ്മളാണെങ്കിൽ ടോട്ടൽ പ്രഷർ വരെ കണ്ടുപിടിച്ച് വെച്ചു. ടോട്ടൽ പ്രഷർ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? Z ബാർ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ പഴയ ചെയ്യുന്നത് പോലെ തന്നെ Z ബാർ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇവിടുത്തെ Z ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് 2H/3 ആയിട്ടാണ് എടുക്കുന്നത്. അതായത് 2H/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ H എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഈ 1.22 മുകളിലത്തെ H ആയി എടുക്കുന്നത്. Z അതായത് ടെൻസൈൽ ക്രാക്ക് സംഭവിച്ചപ്പോൾ ഉള്ള Z1 ബാർ അല്ലേ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഹൈറ്റ് ആയിരിക്കണം നമുക്ക് എടുക്കുന്നത്. അതുകൊണ്ട് അവിടെ 2H/3 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പ്ലസ് പിന്നെ ഈ താഴത്തെ ഡെപ്തും കൂടെ എടുക്കണം, ഹൈറ്റും കൂടെ എടുക്കണം. എത്രയാ?
3.78. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, Z1 കിട്ടും. ഇനി നമുക്ക് Z2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പഴയതുപോലെ തന്നെ h/3 മൊമെൻ്റ് അബൌട്ട് c എന്ന് പറയുന്നത് h/3 തന്നെയാണ്. അപ്പോൾ അതും കിട്ടി നമുക്കപ്പം അത് നമുക്ക് Z ബാറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പിയുടെ വാല്യൂയും P1 Z1 ബാർ പ്ലസ് P2 Z ബാർ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ P ചെയ്യുമ്പം നമുക്ക് ഇതും കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെൻസൈൽ ക്രാക്ക് ആണെങ്കിൽ ടെൻസൈൽ ക്രാക്കിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. അത് ബിഫോർ ആഫ്റ്റർ ദി ടെൻസൈൽ ക്രാക്കിൻ്റെ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യത്തുള്ളൂ? ടെൻസൈൽ ക്രാക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ബിഫോറിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ എല്ലാം ചെയ്യണം. പക്ഷെ അവിടെ എന്തുണ്ട്? കോഷൻ സോയിലാണെങ്കിൽ എന്തും കൂടി സംഭവിക്കും. ആക്റ്റീവ് കണ്ടീഷനിലും പാസീവ് കണ്ടീഷനിലും കോസി സോയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? 2c × KA എന്നുള്ള ഇത് വരും, കോഷൻ വരും. അതിട്ടായിരിക്കണം നമ്മൾ ടെൻസൈൽ ക്രാക്ക് ബിഫോർ ദി ആഫ്റ്റർ ദ ടെൻസൈൽ ക്രാക്ക് ചെയ്യേണ്ടത്. പിന്നെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെപ്ത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെപ്ത് കണ്ടുപിടിക്കണം. അതായത് ടെൻസൈൽ ക്രാക്കിൻ്റെ ഡെപ്ത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കും ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഡെപ്ത് ഓഫ് കംപ്രസീവ് ക്രാക്ക് കണ്ടുപിടിക്കുന്നത് മൊത്തത്തിലുള്ള ഹൈറ്റിൽ നിന്നും ZC മൈനസ് ചെയ്യുമ്പോഴായിരിക്കണം ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിന്നെ നമ്മൾ ടോട്ടൽ പഴയതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ പ്രഷറിൻ്റെ കേസിൽ ഇവിടെ രണ്ടും നമ്മൾ എന്താ P1 ഉം P2 ഉം ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. Z ബാർ കണ്ടുപിടിക്കുന്നു. Z ബാർ 2h/3 എന്നുള്ള കേസാണ് നമ്മൾ എടുക്കേണ്ടത്. Z ബാർ എടുത്തു. Z ബാറിൽ നിന്ന് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ മുകളിലത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ അത്രയും കിട്ടിയല്ലോ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അടുത്തെന്ന് പറഞ്ഞാൽ റാങ്കിൻസ് എർത്ത് പ്രഷർ വെൻ ദ സർഫസ് ഈസ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതിൻ്റെ തിയറി പോർഷനെല്ലാം നിങ്ങൾ പഠിച്ചോണം. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇക്വേഷനും കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. KAയും KPയും കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് ഇക്വേഷനാണ് ഇൻക്ലൈൻഡ് കണ്ടീഷനിൽ. അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ തിയറി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പഠിച്ച് പരീക്ഷ എഴുതിക്കോളാം. അപ്പം KAയുടെ കണ്ടീഷനിലാവണമെങ്കിൽ നമ്മൾക്കറിയാം KAയുടെ കണ്ടീഷനിൽ എന്താ? മൈനസ് കണ്ടീഷനാണ് ആക്റ്റീവില്. പാസീവ് ആവുമ്പോൾ അത് എന്ത് കണ്ടീഷനാണ്? പോസിറ്റീവ് കണ്ടീഷനാണ്. അപ്പം ആ ഇക്വേഷൻ പഠിച്ചിട്ട് മൈനസും പ്ലസും പിരിഞ്ഞു പോകാതിരിക്കണം. അടുത്തത് ഡിറ്റർമൈൻ ദ അത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇൻക്ലൈൻഡ് കണ്ടീഷനിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. I വാല്യൂ 15 ഡിഗ്രിയാണ്, 5 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അത് വെച്ചിട്ട് നമുക്ക് KA വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. K വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? പോയിന്റ് എയിൽ എന്താ? ഇവിടെ പ്രഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. പോയിന്റ് ബിയിൽ പഴയതുപോലെ നമ്മൾ കണ്ടുപിടിക്കും KA × ഗാമ × H വെച്ചിട്ട് ടോട്ടൽ പ്രഷർ കിട്ടും. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനേ ഉള്ളൂ. അപ്പം ½ BH വെച്ചിട്ട് P വാല്യൂ കിട്ടി. P വാല്യൂ കിട്ടി നമുക്ക് Z ബാർ കണ്ടുപിടിച്ചൂടെ? ഇവിടെ ആണെങ്കിൽ നോക്കല്ല, ഇത് ഞാൻ ഇതിനകത്ത് കറക്ഷൻസ് ഉണ്ട്. നമ്മൾ പഴയ മറ്റേ സ്റ്റെപ്പുകൾ പോലെ തന്നെ ചെയ്യേണ്ടത്. Z ബാർ കണ്ടുപിടിക്കണമെങ്കിൽ PZ ബാർ ബൈ P ആണ് ചെയ്യേണ്ടത്. IZ ബാർ വെക്കുമ്പോഴേ നമുക്ക് ബേസിൽ നിന്നും എത്രമാത്രം പ്രഷർ മാറുന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഓക്കെ ആണല്ലോ പ്രോബ്ലം? എല്ലാ സ്റ്റെപ്പും ഒരുപോലെ തന്നെയാണ്, ഇക്വേഷൻസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. അപ്പം പ്രോബ്ലം എല്ലാം മനസ്സിലാക്കി ഫസ്റ്റ് വീഡിയോ പോയി കണ്ട് എങ്ങനെയാണ് ഇക്വേഷൻസ് വന്നത്, ഏതിൻ്റെയൊക്കെ ഇക്വേഷൻ ആണെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം സെക്കൻഡും തേർഡും വീഡിയോ കാണാൻ ശ്രമിക്കുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിലേക്കും എല്ലാവർക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ എവരി വൺ.